പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. एक और बार मैं त्रिएक परमेश्वर का तहे दिल से स्तुति धन्यवाद करता हूं. ത്രിയേക ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. आप सभी जनों को जो ऑनलाइन में और ऑफलाइन में हैं सबको भी मसीही वंदना. ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. परमेश्वर का अनुग्रह फिर से हम निरंतर चखते रहें. परमेश्वर हमें सहायता करे. ദൈവത്തിന്റെ കരുണ നാം ദിനംതോറും രുചിച്ചറിയുന്നവരായി തീരുമാറാകട്ടെ. प्रभु की वचन जो हमने रोमियों के लिए पौलुस की पत्री 12 अध्याय को पढ़े हैं. നാം റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ വായിച്ചത്. हम जानते हैं पौलुस प्रेरित अपने सेवकाई के लगभग अंतिम समयों में लिखा एक पत्रिका है. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ ലേഖനമാണത്. शायद पौलुस कभी नहीं गया रोम शहर में. ഒരുപക്ഷെ പൗലോസ് ഒരിക്കലും റോമ പട്ടണത്തിൽ പോയി കാണുകയില്ല. रोम की कलीसिया से पौलुस का मुलाकात तब तक नहीं हुआ. റോമയിലുള്ള ദൈവസഭയുമായി പൗലോസ് ഒരിക്കലും കണ്ടുമുട്ടിയിരുന്നില്ല. पौलुस उस बात को बताता है कि मेरी चेहरा ना देखे हुए तुम. പൗലോസ് ഇപ്രകാരം പറയുന്നു, എന്റെ മുഖം കാണാത്ത നിങ്ങൾ. और पौलुस कहता है कि मैं कई बार तुम्हारे बीच में आना चाहा. അനേക പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുവാൻ ആഗ്രഹിച്ചു എന്ന് പൗലോസ് പറയുന്നു. लेकिन पिकनिक के लिए नहीं, പിക്നിക്കിന് വേണ്ടിയല്ല, घूमने फिरने नहीं. കറങ്ങാനല്ല. फिर किस लिए? പിന്നെ എന്തിനാണ്? पहले अध्याय में ही पौलुस बताता है कि जैसे अन्य जातियों में वैसे ही तुम में भी कुछ फल होने पाए. 1-ാം അധ്യായത്തിൽ പറയുന്നു, അന്യജാതികളിൽ ഉള്ളതുപോലെ നിങ്ങളിലും ചില ഫലങ്ങൾ കാണുവാനായി മാത്രം. और पौलुस कहता है कि मेरा तुम्हारे पास आने से तुम्हें और मुझे मिलकर आत्मिक उन्नति हो. പൗലോസ് പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത് ആത്മീയ വർധനവിന് കാരണമായി തീരുമെന്ന്. उसका 11वां पद. तो मैं इसीलिए आना चाहता हूं कि तुम्हें कुछ आत्मिक वरदान मिले. ഞാൻ നിങ്ങൾക്ക് ചില ആത്മീയ ദാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണും. और हमारी आपसी मिलन के द्वारा हमें आश्वासन मिले. നാം ഒരുമിച്ച് കാണുന്നത് കൊണ്ട് നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കും എന്നും കാണും. और उसकी 13वां वचन, 13-ാം വാക്യം. अन्य जातियों में और अन्य जातियों में मुझे सुसमाचार की सेवकाई के द्वारा कुछ फल मिला, वैसे तुम में भी कुछ फल मिले. ജാതികളിൽ സുവിശേഷത്താൽ എനിക്ക് ലഭിച്ച ഫലം പോലെ നിങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. और जगहों की अन्य जातियों में. ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ जगहों की अन्य जातियों में जैसे मुझे कुछ फल मिला वैसे तुम में भी कुछ फल मिले. ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. क्योंकि रोम की कलीसिया भी कैसी कलीसिया थी? റോമയിലുള്ള ദൈവസഭ എങ്ങനെയുള്ള ദൈവസഭയായിരുന്നു? जेंटाइल चर्च, अन्य जातियों की कलीसिया थी. ജാതികളുടെ ദൈവസഭയായിരുന്നു. बहुत ही
अल्पसंख्यक यहूदी लोग भी थे, വളരെ ചുരുങ്ങിയ യഹൂദന്മാരും അതിലുണ്ടായിരുന്നു. लेकिन रोम की कलीसिया जेंटाइल चर्च अन्य जाति की कलीसिया जानी जाती है. റോമയിലുള്ള ദൈവസഭയെ അന്യജാതിയിലുള്ള ദൈവസഭ എന്ന് അറിയപ്പെടുമായിരുന്നു. इसलिए पौलुस कहता है कि मैं कौन हूं? an apostle to the, आइए ना साथ में, Gentiles. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്നു എന്ന്. तो अन्य जातियों के लिए प्रेरित मुझे अन्य अन्य जगहों पर की गैर यहूदियों में काफी फल मिला है. അന്യജാതികളിലെ അപ്പോസ്തലനായിരിക്കുന്ന എനിക്ക് ശേഷം പല ജാതികളിൽ നിന്നും ഉള്ളവരുടെ ഇടയിൽ അപ്പോസ്തലനായിരിക്കുന്നു ഞാൻ. उस प्रकार का फल तुम में भी हो. അങ്ങനെയുള്ള ഫലം നിങ്ങളിലും ഉണ്ടായിരിക്കണം. क्या है फल? എന്താണ് ആ ഫലം? कुछ नए लोग यीशु को ग्रहण करें. ചില പുതിയ വ്യക്തികൾ യേശുവിനെ അറിയുക. पौलुस की अन्य जातियों में सेवकाई क्या था? പൗലോസിന്റെ അന്യജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷ എന്തായിരുന്നു? अन्य जातियों को बलि चढ़ाना. അന്യജാതികളുടെ ഇടയിൽ യാഗമർപ്പിക്കുക. ജാതികളെ യാഗം കഴിക്കുക. ജാതികളെ യാഗമർപ്പിക്കുക. अन्य जातियों को बलि चढ़ाना. അന്യജാതികളെ യാഗമർപ്പിക്കുക. सही है? सिस्टर नहीं होगा ना? कृपा अन्नो जी, देखते हैं 15वां अध्याय. 15ാം അധ്യായം उसका 14, 15. 14ഉം 15ഉം. अगला क्या है? अन्य जातियों का मानो चढ़ाया जाना. ജാതികൾ എന്ന വഴിപാട്. अन्य जातियों को मानो चढ़ाया जाना. ജാതികൾ എന്ന വഴിപാട്. मतलब पौलुस क्या कर रहा था? പൗലോസ് എന്താണ് അവിടെ ചെയ്തത്? पौलुस अपने आप को यहां कौन साबित करता है? പൗലോസ് തന്നെ തന്നെ ആരാണെന്നാണ് സ്ഥാപിക്കുന്നത്? याजक. പുരോഹിതനായി. तो याजक क्या करता है? പുരോഹിതൻ എന്താണ് ചെയ്യുന്നത്? बलि चढ़ाता है. യാഗമർപ്പിക്കുന്നു. तो हम याजक होकर के कौन सा बलि चढ़ाएं? അപ്പോൾ നാം പുരോഹിതനായി ഏത് യാഗമാണ് അർപ്പിക്കേണ്ടത്? पौलुस यहां कहता है कौन सा आशीष? പൗലോസ് ഇവിടെ എന്താണ് പറയുന്നത്? बिना टिकट की यात्रा है. कौन सा जी? अन्य जातियों का चढ़ाया जाना. ജാതികൾ എന്ന വഴിപാടാണ് പൗലോസ് ഇവിടെ അർപ്പിക്കുന്നത്. सुसमाचार प्रचारक होकर पौलुस याजक के तौर पर परमेश्वर को बलि चढ़ाते हैं. वो है अन्य जातियों का चढ़ाया जाना है. സുവിശേഷ പ്രഘോഷകനായി പൗലോസ് ഇവിടെ സ്വയം പുരോഹിതനായി അന്യജാതികൾ എന്ന വഴിപാട് അർപ്പിക്കുന്നു. कैसे? എങ്ങനെ? सुसमाचार के द्वारा. സുവിശേഷത്താൽ. यहां किसी को बलिवेदी पर चढ़ाना, काटना, खून बहाना ये नहीं हो रहा है. ഇവിടെ യാഗപീഠത്തിൽ ഏതെങ്കിലും വ്യക്തിയെ വെക്കുകയോ മുറിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. सुसमाचार के द्वारा अन्य जातियों को प्रभु में ले आना एक
बलिदान चढ़ाने का समान है। സുവിശേഷത്താൽ അന്യജാതികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വഴിപാട് പോലെയാണ്. വഴിപാട് പോലെയാണ്. वो काम पौलुस ने किया, അതാണ് പൗലോസ് ചെയ്തത്. हमें करना है, നമുക്ക് ചെയ്യണമോ? प्रेज गॉड, हमें भी करना നമുക്കും അത് ചെയ്യേണ്ടതാണ്. करते हैं, करते हैं जी, നാം ചെയ്യാറുണ്ടോ? जल्दी बताइए ना, समय नहीं है हमारे पास, इंतजार करने का वक्त नहीं। हम ये याजक होकर बलिदान चढ़ाते हैं, നാം ഒരു പുരോഹിത ശുശ്രൂഷകരായി വഴിപാട് അർപ്പിക്കാറുണ്ടോ? आज परमेश्वर की आत्मा में इस छोटी सी मंडली को मैं स्मरण दिलाना चाहूंगा, मुझे और आपको परमेश्वर ने राजपदधारी याजक बनाए हैं, हमें भी पौलुस का इसी सेवकाई को करना है। ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ചെറിയ കൂട്ടത്തോട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, നാം രാജകീയ പുരോഹിത വർഗമാകയാൽ പൗലോസിനെ പോലെ ഈ ഒരു വഴിപാട് നമുക്കും അർപ്പിക്കേണ്ടതാണ്. परमेश्वर ने हमें याजक बनाए हैं, ദൈവം നമ്മെ പുരോഹിതരാക്കിയിരിക്കുകയാണ്. यीशु मसीह ने अपने लहू के द्वारा हमें छुड़ाया, खरीदा और पिता परमेश्वर के लिए याजक और याजक और राज्य बनाया है। യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് പിതാവിന്റെ അടുത്ത് പുരോഹിതന്മാരും രാജ്യവും ആക്കിയിരിക്കുന്നു. तो हमें ये काम करना है, നമുക്ക് ഈ പ്രവൃത്തി ചെയ്യേണ്ടതാണ്. उसके लिए आपको पास्टर होने की कोई जरूरत नहीं, അതിന് ഒരു പാസ്റ്റർ ആകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. बाइबल स्कूल में पढ़ाई करने की आवश्यकता नहीं, ബൈബിൾ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമില്ല. सेवकाई के लिए समर्पण करने की जरूरत नहीं, ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെടേണ്ട ആവശ്യവുമില്ല. आप उद्धार पाए हो, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? यीशु को प्रभु जानते हो, യേശുവിനെ കർത്താവ് എന്നറിയുന്നുവോ? तो ये आपकी जिम्मेदारी है। എങ്കിൽ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. It is not the work of a pastor or an evangelist, ഒരു സുവിശേഷകന്റെയോ പാസ്റ്ററുടെയോ ഉത്തരവാദിത്തമല്ല ഇത്. but it is ये एक उद्धार पाया हुआ व्यक्ति का फर्ज है। രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണിത്. चाहे आप कोई भी हो, നിങ്ങൾ ആരായിരുന്നാലും, किसी भी पोस्ट में आप सर्विस नौकरी करते हो, നിങ്ങൾ ഏത് പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരായാലും, उम्र आपका कुछ भी हो, നിങ്ങളുടെ പ്രായം എന്തായിരുന്നാലും, यीशु मसीह के बारे में औरों को बताना, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടതാണ്. हमसे ज्यादा आप ये काम कर सकते हैं। ഞങ്ങളെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയും. हम कहीं जाके किसी को बोलेंगे तो पूछेंगे क्या काम करते हो, ഞങ്ങൾ എവിടെയെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് അവര് ചോദിക്കും. हम लोग बोलते हैं हम पादरी है, ഞങ്ങൾ പറയും ഞങ്ങൾ പാസ്റ്ററാണ്. अच्छा ये तो तुम्हारा काम है, ये तो तुम्हारे धंधा है, उसी के लिए तुम्हें पगार मिलता है ना, നിങ്ങളുടെ തൊഴിലാണ് ഇത്, അതിനുവേണ്ടിയാ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് എന്ന് പറയും. लेकिन आप जाकर के करें, कहें, എന്നാൽ നിങ്ങൾ പോയി പറഞ്ഞാൽ आपके साथ काम करने वालों से, നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരോട്, आपके साथ सफर करने वालों से, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരോട്, आपको ले जाने वाले कार का ऑटो का ड्राइवर से, നിങ്ങളെ കൊണ്ടുപോകുന്ന ഡ്രൈവറോട്, तो आपसे भी शायद वो यही सवाल करेगा क्या काम करते हो, നിങ്ങളോടും ആ വ്യക്തി ഇപ്രകാരം ചോദിക്കുമായിരിക്കും, എന്താണ് ജോലി ചെയ്യുന്നതെന്ന്. आप बता सकते हैं, നിങ്ങൾക്ക് പറയുവാൻ കഴിയും. फिर ये काम क्यों करते हो, എങ്കിൽ പിന്നെ ഈ പണി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. उसके लिए भी सही जवाब आप दे पाओगे, അതിനുവേണ്ടിയും ശരിയായ ഉത്തരം നിങ്ങൾക്ക് പറയുവാൻ तो കഴിയും. वे सुनने के लिए मजबूर हो जाएंगे। അവർ കേൾക്കുവാനായി നിർബന്ധിതരാകും. तो पौलुस हमारे लिए एक चुनौती है, പൗലോസ് നമുക്കൊരു വെല്ലുവിളിയാണ്. औरों को सुसमाचार सुनाकर अन्य जाति रूपी बलिदान को परमेश्वर के लिए चढ़ाने वाले बने। മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ജാതികൾ എന്ന വഴിപാട് കർത്താവിനായി അർപ്പിക്കുന്നതിൽ. मेरे साथ में है, हेलो, प्रेज गॉड। तो एक निर्णय लेकर ही हम जाएं यहाँ से,
ഒരു തീരുമാനമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പോകാം. अगले संडे आने से पहले कम से कम एक व्यक्ति को मैं यीशु मसीह के बारे में बताऊंगी. അടുത്ത ഞായറാഴ്ച വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ സുവിശേഷം പറയും എന്നൊരു തീരുമാനമെടുക്കാം. हो सकता है उस वजह से कोई गोली मारे, ചിലപ്പോൾ അത് കാരണം നമ്മെ വെടിവെച്ചെന്ന് വരാം, जेल में भेजे, ജയിലിൽ ഇട്ടെന്ന് വരാം, नौकरी भी छूट जाए. ജോലി നമ്മുടെ പോയി എന്നും വരാം. तो बाकी आप बताइए, बोलिए ना जी. आशीष, हम लोग तभी गाए थे, मेरी आयु के दिन पग पग में सदा तेरी सेवा को पूरी करूंगा, एक बत्ती समान जलता रहूंगा, तेरी महिमा मेरी कामना. रोहन, നാം ഇപ്പോൾ പാടുകയുണ്ടായി, എന്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തിയെരിയും എന്ന്. सच गाए थे സത്യമാണോ നാം പാടിയത്? या टोजर साहिब ने जो बोला वही सही है? ടോസർ പറഞ്ഞതാണോ ശരി? एज क्रिश्चियंस, मसीह होने के नाते हम झूठ बोलते नहीं होंगे, लेकिन संडे संडे चर्च में जाकर झूठ गाते हैं. ഒരു ക്രിസ്ത്യാനിയായി നാം ചിലപ്പോൾ കള്ളം പറയില്ലായിരിക്കാം, എന്നാൽ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോയി കള്ളം പാടാറുണ്ട്. ऐसा एक झूठ तो नहीं गाया आज. അങ്ങനെ ഒരു കള്ളമൊന്നുമല്ലല്ലോ നാം പാടിയത്. हमारी आयु के दिन पग पग में प्रभु की सेवा पूरा करेंगे. നമ്മുടെ ആയുസിന്റെ ഓരോ ക്ഷണവും കർത്താവിന്റെ വേല നാം ചെയ്യുമോ? एक बत्ती समान हम जलता रहेंगे. ഒരു തിരി പോലെ, ഒരു കൈത്തിരി പോലെ നാം കത്തിക്കൊണ്ടിരിക്കുമോ? हमारी आयु नहीं, परंतु परमेश्वर की महिमा हमारी कामना होंगे. നമ്മുടെ ആയുസല്ല, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ആഗ്രഹമാകുമോ? हम उसके लिए समर्पित करें. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. तो पौलुस रोमियों की पत्री में वो चुनौती हमारे सामने पेश करता है. പൗലോസ് റോമാലേഖനത്തിൽ ആ ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നു. 12वें अध्याय में मैं आना चाहूंगा. 12ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1 से लेकर 11 तक के अध्यायों में विश्वास संबंधी बातें हैं. 1 മുതൽ 12 വരെ 11 വരെ വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. यानी डॉक्ट्रिनल टॉपिक्स है, उपदेश का संबंध है, सैद्धांतिक बात है. अध्याय 1 से 11 तक ഉപദേശപരമായ കാര്യങ്ങളാണ് അധ്യായം 1 മുതൽ 11 വരെ പറയുന്നത്. वैसे बोले तो 1 से 8 तक है. ഒരു പക്ഷേ പറഞ്ഞാൽ 1 മുതൽ 8 വരെ. और उसकी प्रमाण पौलुस 9, 10, 11 अध्यायों में इस्राएलियों के इतिहास में से दे रहा है. അതിന്റെ ഒരു പക്ക ആയിട്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലൂടെ ബാക്കി 8, 9, 10, 11 അധ്യായങ്ങളിൽ പറയുന്നു. उसके बाद 12 से लेकर व्यावहारिक मसीहियत के बारे में बताया. 12ാം അധ്യായം മുതൽ വ്യാവഹാരികമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുന്നു. आपको याद है कि मैं देखता हूं 12वां अध्याय में कितने व्यावहारिक शिक्षाएं हैं. 12ാം അധ്യായത്തിൽ എത്ര വ്യാവഹാരികമായ ശിക്ഷ, പ്രായോഗിക ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. ഉപദേശമാണ്, നിർദ്ദേശങ്ങളാണ്. പ്രായോഗിക നിർദ്ദേശങ്ങൾ എത്ര എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്? किसी को याद है? मैंने कई बार हमारे बाइबल क्लासों में बताया हूं. फोर्टी 40 व्यावहारिक उपदेश उसके अंदर है. 40 ഉപദേശങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. वो सब आप चाहें तो होमवर्क कर लेना. നിങ്ങൾക്ക് ഗൃഹപാഠമായി അത് ചെയ്യാം. लेकिन मैं आपको आज परमेश्वर की आत्मा ने मुझे उकसाया, एक बात बोलकर समाप्त करूंगा. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. वो भी इससे पहले उस वचन एक बार 1 से अधिक सेशनों में मैंने लिया था.
ഇതിനു മുമ്പ് ആ വാക്യം ഒന്നിലധികം കൂട്ടായ്മകളിൽ പറയുകയുണ്ടായി. उसका पहले बार उस वचन के बारे में अलेक्स ब्रदर के घर में एक उपवास प्रार्थना था, उसी में मैंने बताया था. അലക്സ് ബ്രദറിന്റെ ഭവനത്തിലെ ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് അത് ആദ്യമായി പറഞ്ഞത്. 12वां अध्याय में पौलुस प्रेरित बताता है उसकी 11वां पद में. 12ന്റെ 11ാം വാക്യം. आत्मिक उन्माद में भरे रहो. ആത്മാവിൽ എരിവുള്ളവരായിരിക്കുക. आत्मिक उन्माद में भरे रहो. ആത്മീയമായി എരിവുള്ളവരായിരിക്കുക. पिछले हफ्ता एक जगह की मीटिंग में किसी ने मुझसे एक सवाल किया. കഴിഞ്ഞ ആഴ്ച ഒരിടത്തുള്ള ഒരു കൂട്ടായ്മയിൽ ഒരു വ്യക്തി എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. तब मैं आप लोगों के बारे में बताया, അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം പറയുകയുണ്ടായി. एस्पेशली हमारे बच्चों के बारे में. പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി. What is our utmost struggle? എന്താണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം? जो है the problem of consistency. സ്ഥിരത ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. धीरज रहित अवस्था. ധൈര്യമില്ലാത്ത അവസ്ഥ. സ്ഥിരതയില്ലാത്ത അവസ്ഥ. हिंदी का धीरज का मतलब है स्थिरता, मलयालम का. तो प्रभु का वचन हमें कहता है धीरज धरो. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു സ്ഥിരതയുള്ളവരായിരിക്കുക. हमें मालूम है ना खरगोश और कछुआ का कहानी. ആമയുടെയും മുയലിന്റെയും കഥ നമുക്കറിയാമല്ലോ. कौन जीता था? ആരാണ് വിജയിച്ചത്? कछुआ ना. क्यों? बाइक चला रहा था, फिर धीरज से चला. സ്ഥിരതയോടെ ഓടി, അതുകൊണ്ട് ആമയാണ് ഈ ഓട്ടത്തിൽ ജയിച്ചത്. लेकिन होशियार खरगोश बीच बीच में सोता रहा, करता रहा. എന്നാൽ മിടുക്കനായ മുയൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചു. तो कंसिस्टेंसी का वही मतलब है, दृष्टांत है वो कछुआ. സ്ഥിരതയുടെ ഏറ്റവും മുഖ്യമായ ഒരു ഉദാഹരണമാണ് ആമ എന്നുള്ളത്. इब्रानियों 12 का शुरुआत में हम पढ़ते हैं धीरज से दौड़ो. എബ്രായ ലേഖനം 12ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ കാണുന്നു സ്ഥിരതയോടെ ഓടുക. लेकिन हमारा समस्या है धीरज नहीं धर पाते. എന്നാൽ സ്ഥിരതയില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. रोमी 12 अध्याय में से हमने हमारी 5-6 समस्याओं को भी पढ़ चुके हैं. റോമാലേഖനം 12ാം അധ്യായത്തിൽ നിന്ന് നാം നമ്മുടെ 5-6 പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയുണ്ടായി. वो भी आपको याद होंगे. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും. है ना? याद नहीं कि नहीं? तो जल्दी जल्दी मेरे साथ में चलिए ना. इस तरह मैं रुक रुक करके बताता हूं तो भी हमारे मन में ये नहीं आता है, तो 250-300 मील गति में मैं प्रचार करूं तो कैसे समझ में आएंगे? ഇത്രയും നിർത്തി പ്രസംഗിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലെങ്കിൽ 250-200 കിലോമീറ്റർ വേഗതയിൽ ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മയിൽ നിൽക്കും? हमारी क्या क्या समस्या है? നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? आपकी याद ना होने की वजह से मैं दोहरा रहा हूं. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. पहला पद में धीरज नहीं है. ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് സ്ഥിരതയില്ല. और दूसरा पद में या तीसरा पद में है कि हम, तीसरा पद की शुरुआत कैसे है हिंदी में? हाँ, निराश होकर साहस न छोड़े. तो हमारा दूसरा तीसरा समस्या निराश होते हैं, साहस छोड़ते हैं. നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തേതും ആയ വിഷയം നാം നിരാശരാകുകയും ധൈര്യം ക്ഷയിക്കുകയും ചെയ്യുന്നു. और 5वां पद में है अगला कि हम, 5वां पद, 5ാമത്തെ വാക്യം,
भूल जाते हैं, फॉरगेटफुलनेस। മറവി. अभी तो वो रिपोर्ट मिला ना, फॉरगेटफुलनेस, भूल जाना, भूल गए हो, अभी तो अपन को पता चला। നാം മറന്നു പോകുന്നവരാകുന്നു, ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. सबसे जल्दी हम क्या भूलते हैं? ഏറ്റവും പെട്ടെന്ന് നാം എന്താണ് മറന്നു പോകുന്നത്? टीवी की बात की बाइबल की बात? ടിവിയിലെ കാര്യമാണോ തിരുവചനത്തിലെ കാര്യങ്ങളാണോ? क्यों जॉन? बाइबल की बात। सुजीत ब्रदर, कौन सा? बाइबल की बात। बच्चों क्यों, क्या कारण है? കാരണം എന്താണ്? प्रभु यीशु मसीह ने जवाब दिया उसका। യേശുക്രിസ്തു അതിന് ഉത്തരം തരുന്നുണ്ട്. मत्ती 13वां अध्याय में है। മത്തായി 13-ാം അധ്യായത്തിൽ 4 प्रकार के भूमि, 4 വിധമായ ഭൂമി. बीज बोने वाला बोता है, വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്നു. और सबसे पहला भूमि कौन सा है? ആദ്യത്തെ ഭൂമി ഏതാണ്? कितने प्रकार के बीज है? എത്ര തരം വിത്തുകളുണ്ട്? क्यों नु? कितने प्रकार के बीज है? जल्दी बोलना। एक, 1. 4 भूमि में एक ही प्रकार के, पक्का? भूमि कितने हैं? 4। बोने वाला कितना रूफस? एक ही है, चारों जगह पे एक ही आदमी बोया। और फल कितने प्रकार के मिला जोहान? फल कितने प्रकार के मिला? शोभा, कितने प्रकार के मिला? 6। नतीजा है 6 प्रकार के। വിതയ്ക്കുന്നത് ഒരാൾ, വിത്ത് 1, ഭൂമി 4 വിധം, ഫലം 6. उसका विवरण में मैं नहीं जाऊंगा अभी, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, और किसी समय, പിന്നീട് എപ്പോഴെങ്കിലും. लेकिन पहला वाला भूमि, എന്നാൽ ഒന്നാമത്തെ ഭൂമി कौन सा है? मार्ग की किनारे वाला, വഴിയരികെ. उधर जो बीज पड़ा उसका क्या हुआ? അവിടെ വീണ വിത്തിന് എന്ത് പറ്റി? पंक्षियों ने चुग लिया। പക്ഷികൾ വന്ന് എടുത്തു കൊണ്ടുപോയി. उसका क्या मतलब? അതിന്റെ अर्थം वही वचन सुनते हैं, हृदय रूपी या जीवन रूपी भूमि पर गिरते हैं, लेकिन तुरंत वो गायब हो जाता है, भूल जाते हैं, क्योंकि शैतान उसको, दुष्ट यानी शैतान उसको चुग लेता है। വചനം കേൾക്കുകയും ഹൃദയമായ നമ്മുടെ ഭൂമിയിൽ അത് വിതയ്ക്കപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ പിശാച് വന്ന് ആ വിത്തിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഫലമുണ്ടാകുന്നില്ല. यही तो भुलक्कड़पन, ഇതാണ് മറവി. that is forgetfulness. ഇതാണ് മറവി. ये समस्या हमें है ना? ഈ പ്രശ്നം നമുക്കുണ്ടോ? जल्दी जल्दी, ये समस्या है हमें? उसका इलाज कुछ करवाया? അതിന് എന്തെങ്കിലും ചികിത്സ നാം ചെയ്തോ? ठीक है, इलाज तो छोड़ो, उसका कारण क्या है? അതിന്റെ കാരണം എന്താണ്? कारण क्या है? हमारा जीवन सड़क के किनारे वाला भूमि है. അതിന്റെ കാരണം നമ്മുടെ ജീവിതം വഴിയരികിൽ കിടക്കുന്ന ആ ഒരു ഭൂമി പോലെയാണ് നമ്മുടെ ജീവിതം. उसका क्या विशेषता है? അതിന്റെ പ്രത്യേകത എന്താണ്? रोड की किनारा या सड़क, ये तो सड़क भी नहीं है, वो खेत वाला छोटा सा रास्ता है जहां से किसान चल के जा सकता, गाड़ी चलाने वाला जगह नहीं, ऐसी जगह ओपन फॉर ऑल, सबके लिए खुला है. വിതയ്ക്കുന്നവൻ വഴി പോകുന്ന വഴിയിൽ ആ വഴിയിൽ വീണ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും നടന്നു പോകാൻ പറ്റുന്ന സ്ഥലം. वो किसी के लिए निजी है? അത് ആർക്കെങ്കിലും സ്വന്തമായിട്ടുള്ളതാണോ? नहीं, അല്ല, आम रास्ता, എല്ലാവർക്കും പോകാം. मतलब सबका स्वागत है. അർത്ഥം എല്ലാവർക്കും സ്വാഗതം.
लेकिन कभी कभी रास्ता बंद करते हैं. എന്നാൽ ചില സമയങ്ങളിൽ ഈ വഴി അടയ്ക്കാറുണ്ട്. अभी तो हमारे ये स्कूल सबके लिए खुला है. ഇപ്പോൾ ഈ സ്കൂൾ എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു. कौन कौन आता जाता पता नहीं, ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊന്നും അറിയില്ല. लेकिन 19 तारीख को हम इधर नहीं आ पाएंगे. 19-ാം തീയതി നമുക്ക് ഇവിടെ വരുവാൻ കഴിയുകയില്ല. इलेक्शन की तैयारी होगा, ഇലക്ഷന്റെ തയ്യാറെടുപ്പുകളാണ്. तब सब लोग आ सकेंगे? അന്ന് എല്ലാവർക്കും വരാൻ പറ്റുമോ? नहीं, പറ്റില്ല. उस समय बैरिकेड्स, पाबंदियां होंगी. ആ സമയത്ത് അതിരുകൾ കെട്ടി വരുവാൻ കഴിയുകയില്ല നമുക്കിവിടെ. कितने समय के लिए? എത്ര ദിവസത്തേനാണ്? शायद 1, 2, 3 दिन के लिए. ചിലപ്പോൾ 2-3 ദിവസത്തേനായിരിക്കാം. सड़कों पर भी ऐसे ही है, आम रास्ता है. റോഡിലും നോക്കൂ, എല്ലാവർക്കും കടന്നു പോകുവാൻ കഴിയുന്ന വഴിയാണ്. लेकिन कभी कभी उधर भी बैरिकेड्स लगा देते हैं. എന്നാൽ ചില സമയങ്ങളിലും അവിടെ ബാരിക്കേഡ് വെക്കാറുണ്ട്. कब? എപ്പോഴാണ്? कोई वीआईपी जाते समय. ആരെങ്കിലും മുഖ്യ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ. कितने समय के लिए? എത്ര സമയത്തിന് വേണ്ടിയാണ്? थोड़े समय. അല്പസമയത്തേക്ക്. उसके बाद फिर वो खोल देते हैं. അതിനുശേഷമായി വീണ്ടും ആ വഴി തുറക്കും. उसी तरह हमारे जीवन रूपी खेत में पड़ने वाला बीज शैतान आकर ले जाने के लिए हम इसको खुले छोड़ देते हैं. അപ്രകാരം തന്നെ നമ്മുടെ ഹൃദയമാകുന്ന ആ മണ്ണിൽ വിതയ്ക്കപ്പെട്ടതായ വിത്ത് പിശാച് വന്ന് എടുത്തു കൊണ്ടുപോകുവാനായി നാം തുറന്നിട്ടിരിക്കുന്നു. सबका स्वागत है. എല്ലാവർക്കും സ്വാഗതം. चोर भी, पुलिस भी आ सकता है, കള്ളനും വരാം, പോലീസിനും വരാം, आतंकवादी भी और मिलिट्री वाले भी आ सकते हैं उस पे. പട്ടാളക്കാർക്കും വരാം, ആതങ്കവാദികൾക്കും വരാം. सबका स्वागत है. എല്ലാവർക്കും സ്വാഗതം. लेकिन कभी कभी हम लोग इसको बंद रखते हैं. എന്നാൽ ചില സമയങ്ങളിൽ നാം ഇത് അടച്ചു വെക്കാറുണ്ട്. कब? എപ്പോഴാണ്? कब? संडे सुबह. ഞായറാഴ്ച രാവിലെ. वो शनिवार शाम से शुरू कर देता है. ശനിയാഴ്ച വൈകുന്നേരം മുതൽ തുടങ്ങും. कल संडे है, संभाल के रहना. നാളെ ഞായറാഴ്ചയാണ്, സൂക്ഷിച്ചിരിക്കുക. बच्चों को भी बोलते कल संडे है, ज्यादा मेरे से चिल्वाना मत. കുഞ്ഞുങ്ങളോടും പറയും നാളെ ഞായറാഴ്ചയാണ്, എന്നെയും കൊണ്ട് കൂടുതൽ അലപ്പിക്കരുത്. कल संडे है, सुबह सुबह उठना. ഞായറാഴ്ചയാണ്, നാളെ രാവിലെ എല്ലാവരും എഴുന്നേൽക്കണം. मुझे गुस्सा करने मत देना. ഞാൻ ദേഷ്യപ്പെടാൻ ഇടയാകരുത്. शनिवार को शाम से लेकर संडे दोपहर तक टीवी के लिए भी थोड़ा आराम मिलता है. ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച ഉച്ച വരെ കഴിയുന്നിടം വരെ ടെലിവിഷനും അല്പം ആശ്വാസം ലഭിക്കും. है ना? होता है ना? बोलिए ना. उस दिन अगर प्रभु भोज भी है तो थोड़ा सा और वीआईपी ट्रीटमेंट मिलेगा. അന്ന് തിരുമേശയുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂക്ഷിച്ചിരിക്കും. हाँ, भाषण में भी राशन आ जाएगा. സംസാരത്തിലും റേഷൻ. हाँ, बाकी सब हम लोग आते समय भी ज्यादा कुछ इधर उधर नहीं देखेंगे, सीधे सीधे. നാം വരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ നേരെ നോക്കി വരും. लेकिन संडे का प्रार्थना हो गया, रिलैक्स. എന്നാൽ ഞായറാഴ്ചത്തെ കൂട്ടായ്മ കഴിഞ്ഞു, നാം ഫ്രീ ആയി മാറുന്നു. ശരിയല്ലേ? ശരിയല്ലേ ഇത്? ऐसे समयों में शैतान हमारे अंदर आकर पढ़े सुने वचन उठा के ले जाता है. അങ്ങനെയുള്ള സമയങ്ങളിൽ പിശാച് നമ്മുടെ ഉള്ളിൽ വന്ന് നാം കേട്ടതായ, നാം പഠിച്ചതായ ദൈവവചനം എടുത്തു കൊണ്ടുപോകും. वो है forgetfulness. അതാണ് മറവി. भुलक्कड़पन. മറവി. इसीलिए हमारे जीवन रूपी खेत की दरवाजों को बंद रखना है. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന വയലിന്റെ വാതിൽ അടച്ചു വെക്കുക. मैंने कई बार आपको कई संगतियों में बोला 5-6 दरवाजों के बारे में. അനേക പ്രാവശ്യം അനേകം കൂട്ടായ്മകളിൽ 5-6 വാതിലിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. जवान बच्चों को कई बार मैंने बोला. യുവജനങ്ങളോട്, കുഞ്ഞുങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. इमोशन, വികാരം, हमारी भावनाएं, നമ്മുടെ ഭാവനകൾ. दूसरा कुछ याद आ रहा? मेमोरी, याद. तीसरा थॉट्स, हमारे विचार. ചിന്തകൾ.
चौथा, इमेजिनेशंस, हमारी कल्पनाएं, നമ്മുടെ കൽപ്പനകൾ, സങ്കല്പങ്ങൾ. पांचवा, विल. जोहान, कुछ नहीं मिल रहा, भूला कड़पन है ना. विल, इच्छा, നമ്മുടെ ഇഷ്ടങ്ങൾ. छठवा, ഈവൻ ഫീലിംഗ്സ്, एहसास, തോന്നലുകൾ, നമ്മുടെ തോന്നലുകൾ. तो कम से कम ये 6 दरवाजे हमें बंद रखना है. കുറഞ്ഞത് ഈ 6 വാതിലുകൾ നമുക്ക് അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ये सब खुला पड़े रहते हैं या बंद रखते हैं हम? ഈ വാതിലുകളെല്ലാം നമ്മുടെ തുറന്നു കിടക്കുന്നോ അതോ അടച്ചു വെക്കാറുണ്ടോ? जल्दी जल्दी, പെട്ടെന്ന് പറയൂ. ओपन वाइड ना. सबका स्वागत है. हमारे विचारों में किसी को भी आने के लिए दे देता है. നമ്മുടെ ചിന്തകളിൽ ആർക്കും കടന്നു വരാം, നാം തുറന്നു വെച്ചിരിക്കുകയാണ്. हमारी भावनाओं में सबका स्वागत है. നമ്മുടെ സങ്കല്പങ്ങളിൽ എല്ലാവർക്കും സ്വാഗതം, വികാരങ്ങളിൽ എല്ലാവർക്കും സ്വാഗതം. वो मलयालम का भावना, हिंदी का भावना का मतलब इमोशन. हमारी कल्पना, इमेजिनेशन, कल्पनाओं में भी हम क्या क्या नहीं सोचते, इधर बैठ के भी तो करते हैं. നമ്മുടെ സങ്കല്പങ്ങളിൽ നാം എന്തെല്ലാം ചിന്തിക്കാറുണ്ട്. मतलब उद्धार पाया एक व्यक्ति के शरीर में शैतान को घुसपैठ करना शायद नामुमकिन है. രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയുടെ അകത്തേക്ക് പിശാച്, ശരീരത്തിൽ പിശാച് കയറുന്നത് ഒരിക്കലും കഴിയുകയില്ല. वो मुश्किल के बराबर है. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. लेकिन कहां वो घुसपैठ करता है? എന്നാൽ എവിടെയാണ് പിശാച് വരുന്നത്? ये 6 प्रकार के क्षेत्रों में, ഈ 6 വിധമായ സ്ഥലങ്ങളിലാണ് വരുന്നത്. विचारों में, നമ്മുടെ ചിന്തകളിൽ, भावनाओं में, നമ്മുടെ വികാരങ്ങളിൽ, हमारी कल्पनाओं में, നമ്മുടെ സങ്കല്പങ്ങളിൽ, इच्छा, നമ്മുടെ ഇഷ്ടങ്ങൾ, स्मरण, നമ്മുടെ ഓർമ്മകൾ, और एहसास, നമ്മുടെ തോന്നലുകൾ. होता है? നമുക്കുണ്ടാകാറുണ്ടോ? होता है कि नहीं? यहां बैठे बैठे भी तो चले जाते हैं, इसीलिए तो मैं बोलता हूं बिना टिकट की यात्रा. ഇവിടെ ഇരുന്നു കൊണ്ട് പോലും നമ്മുടെ ചിന്തകൾ അവിടെ ഇവിടെയും പോകാറുണ്ട്. शैतान हाईजैक कर लेता है. നമ്മുടെ ചിന്തകളെ പിശാച് പിടിച്ചു കൊണ്ടുപോകും. बेटा बंद करके रखो, नहीं तो मैं लेके रखूंगा इधर. तो प्यारो, इन क्षेत्रों को शैतान जब अपनी कब्जे में ले लेता है, वो अंदर पड़ा वचन की बीज को क्या कर देता है? ഈ വാതിലുകളിലൂടെ പിശാച് കയറിയാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായ വചനത്തെ പിശാച് എടുത്തുകൊണ്ടുപോകും. उठाकर उड़ा देता है. അത് എടുത്തുകൊണ്ടുപോയി കളയും. भूल जाएंगे, നാം മറന്നുപോകും. फिर तो याद ही नहीं रहेगा. നമുക്ക് അതിനുശേഷമായി ഓർമ്മ പോലും കാണില്ല. आप आज ही कर लीजिए, घर जाके आपका डायरी को पलट करके देखिए, ये सब संदेश कम से कम 3 बार लिखा होगा आपके. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഡയറി പിന്നോളിലോട്ട് തിരിച്ചു നോക്കുക. കുറഞ്ഞപക്ഷം 3 പ്രാവശ്യം ഈ സന്ദേശം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. लेकिन हम भूल जाते हैं. എന്നാൽ നാം മറന്നുപോകും. ठीक है, तो 12वां अध्याय इब्रानियों में बताया. अगला समस्या क्या है? എബ്രായർ 12 പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രശ്നം എന്താണ്? आगे पढ़िए. तुम शिक्षा भूल गए हो. हम प्रभु की ताड़ना को कई बार हल्की बात समझते हैं. നാം കർത്താവിന്റെ ശിക്ഷയെ നിരസിക്കുന്നവരായി തീരുന്നു. मैंने अपने बच्चों को सिखा के रखा हूं, ऐसे स्वभावों में कभी मैं देखता हूं तो नजर से समझ लेना क्या बात है. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദൃഷ്ടിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്. हम लोग बोलते हैं ना, समझदार के लिए इशारा काफी है. നാം പറയാറുണ്ടല്ലോ, ബുദ്ധിയുള്ളവന് ഒരു ആംഗ്യം മതി മനസ്സിലാകാൻ. तो यहां पर क्या समस्या है? ഇവിടെ എന്താണ് പ്രശ്നം? तुम
ताड़ना को हल्की बात, कोई गंभीर बात भी बोलते हैं तो बच्चे उसको गंभीरता से ना ले तो बड़ी खतरा है. ശാസനയെ വളരെ നിസ്സാരമായി എടുക്കുന്നു. കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ അവരത് സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ വളരെ അപകടകരമാണത്. आगे फिर से पहली वाला बात मलयालम में लेकिन अलग शब्द दिया है, मुशिन्यु पोगेरुത്. तो साहस न छोड़ो. മുഷിയരുത്. तो ये सब समस्याएं हैं हमारे जीवन में. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ? कितनी बातें देखा. എത്ര കാര്യങ്ങൾ നാം നോക്കി. धीरज नहीं है, धीरज नहीं है, ധൈര്യമില്ല, സ്ഥിരതയില്ല, സ്ഥിരതയില്ല, സ്ഥിരതയില്ലായ്മ. दूसरा निराश होना, രണ്ടാമത്തേത് നിരാശരാകുക, तीसरा साहस छोड़ना, ധൈര്യം ക്ഷയിക്കുക, भूल जाना, हाँ वो ही भूल गया, മറന്നു പോകുക, और पांचवा है അഞ്ചാമത്തേത് हाँ प्रभु की ताड़ना को हल्की समझना. കർത്താവിന്റെ ശിക്ഷയെ നിരസിക്കുക. या हिंदी में 5 ही है, मलयालम में 6 है, ഹിന്ദിയിൽ 5ഉം മലയാളത്തിൽ 6ഉമാണുള്ളത്. शायद इंग्लिश में भी 6 होगा. फेंटिंग, एग्जॉस्टिंग. आत्मिक जीवन में कभी हम एग्जॉस्ट हो गए? ആത്മീയ ജീവിതത്തിൽ നാം മുഷിയാറുണ്ടോ? फेंटिंग, बिल्कुल थक जाते हो? നാം ക്ഷീണിച്ചു പോകാറുണ്ടോ? മുഷിയാറുണ്ടോ? ക്ഷീണിക്കാതെ ധൈര്യമായിട്ട് പറ, ശക്തിയോടെ പറ. क्यों कृपा? फिर क्या है? जस्ट पुल्लिंग ऑन, खींच रहा है. നാം മുഷിഞ്ഞു പോയിട്ട് നാം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആത്മീയ ജീവിതം. ക്ഷീണിച്ച് വലഞ്ഞു പോയിട്ട് ഇങ്ങനെ പിന്നെ അങ്ങ് പോവുക. ऐसे हैं हमारे जीवन. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? तो पिछले हफ्ता एक ने मेरे से किया हुआ प्रश्न ये था, हाउ कैन वी कीप स्पिरिचुअल fervor or the unction keep on, or how can we keep it still stirred up? अभी भी हमारे आत्मिक जागृति को, धुन को कैसे बनाए रखें? നമ്മുടെ ആത്മീയ ഉന്മാദം എങ്ങനെ സ്ഥിരതയോടെ നിർത്താം എന്നുള്ളതായിരുന്നു എന്നോട് ചോദിച്ച ചോദ്യം. रोमियो 12:11 में प्रभु ने हमें दिया हुआ शिक्षा है, आत्मिक उन्माद में भरे रहो. റോമാലേഖനം 12:11 പറയുന്നത് ആത്മാവിൽ എരിവുള്ളവരായിരിക്കുക. लेकिन वो उन्माद कई बार हम खो गए. അങ്ങനെയുള്ള എരിവ് പല പ്രാവശ്യവും നമ്മളിൽ നഷ്ടമായി പോകാറുണ്ട്. हुआ कि नहीं? ഉണ്ടായിട്ടില്ലേ? ये ना जवाब देकर के रहना ही उसका सबूत है. മറുപടി തരാതെ ഇരിക്കുന്നതും അതിന്റെ തെളിവാണ്. ये ठंडापन, തണുപ്പ് हुआ है. क्यों? कारण क्या है? കാരണം എന്താണ്? कम से कम पिछले हफ्ता का संदेश किसी ने ध्यान से लिया? കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ചയുള്ള സന്ദേശം ആരെങ്കിലും ശ്രദ്ധിക്കുകയുണ്ടായോ? किसी ने गंभीरता से लिया? ആരെങ്കിലും അതിനെ സീരിയസ് ആയി എടുത്തോ? प्लीज. क्यों सुरजीत ब्रदर? यही है हवा निकली हुई, पचकी हुई फुग्गे के समान की हमारी मसीही जीवन. കാറ്റുപോയ ബലൂൺ പോലെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതാണ്. इस अवस्था में रहने के लिए प्रभु चाहता है. ഈ അവസ്ഥയിൽ നാം ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Come on.
नहीं। ഒരിക്കലുമില്ല. ये स्थिति है तो हम केवल एक धर्म की जीवन बिता रहे, धार्मिकता का नहीं, धर्म की जीवन बिता रहे हैं. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ നാം എന്തൊക്കെയോ മതപരമായ ചടങ്ങുകൾ ചെയ്ത് ജീവിച്ചു പോകുന്നു. या रिचुअलिस्टिक लाइफ, कर्मों से भरी एक जिंदगी. ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നു. संडे है तो चर्च जाना है, ഞായറാഴ്ചയാണ് ചർച്ചിൽ പോകണം, मिले तो हाथ मिलाना है, കണ്ടാൽ കൈ കൊടുക്കണം, जय मसीह की या प्रेज द लॉर्ड बोलना है. ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവത്തിന് സ്തോത്രമൊന്നുമില്ല. आपस में मिलेंगे तो अलेक्स ब्रदर को स्तोत्रम, वही हो रहा. वो हम सीख रखे हैं, करना है, लेकिन ये कुछ हमारे अंदर एक ऊर्जा बन करके, ताकत बन करके हमें दौड़ाते नहीं हैं. എന്തൊക്കെയോ പഠിച്ചു വെച്ചത് നാം പറയുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു ഉന്മേഷമായും ഊർജമായും തീരുന്നില്ല. Praise God. तो आत्मिक संगति में एक उत्साह नहीं, ആത്മീയ കൂട്ടായ്മയിൽ ഒരു ഉത്സാഹമില്ല, प्रभु की वचन में आनंद नहीं, ദൈവവചനത്തിൽ സന്തോഷമില്ല, परमेश्वर में उन्माद नहीं हो पाते. കർത്താവിൽ എരിവുള്ളവരായി തീരുവാൻ കഴിയുന്നില്ല. ये हमारे अनुभव है. ഇത് നമ്മുടെ അനുഭവമാണോ? इस स्थिति से प्रभु मुझे और आपको वापस लाना चाहते हैं. ഈ സ്ഥിതിയിൽ നിന്ന് എന്നെയും നിങ്ങളെയും തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ये जो मसाला थोड़ा सा हमारे अंदर बाहर से भरने के लिए हमारी संस्थाओं ने ऐसा एक चीज रखा है, पास्टरों का ट्रांसफर हर 3 साल में करें. ഈ ഒരു മസാല ഇടയ്ക്ക് നിറയ്ക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സംഘടനകൾ പാസ്റ്റർമാരെ 5 വർഷത്തിൽ 3 വർഷത്തിൽ ഒരിക്കൽ ട്രാൻസ്ഫർ ആക്കുന്നത്. हाँ, तो नया वाला आ गया तो कुछ दिन के लिए क्या रहता है, एक उत्साह रहता है. പുതിയ ഒരു പാസ്റ്റർ വരുമ്പോൾ കുറച്ച് ദിവസത്തിന് ആ ഒരു ഉന്മേഷം ഉണ്ടായിരിക്കും. पास्टर भी 2-3 साल एक ही चर्च में रहते रहते थक जाता है. പാസ്റ്ററും 2-3 വർഷം ഒരു ദൈവസഭയിൽ ഇരുന്ന് ക്ഷീണിക്കും. स्टॉक पूरा खत्म हो जाता है, स्टॉक का പ്രസംഗത്തിന്റെ സ്റ്റോക്ക് മുഴുവൻ തീരും. फिर क्या प्रचार करना है, പിന്നെ എന്താണ് പ്രസംഗിക്കേണ്ടത്? नया जगह पे जाए तो उनमें भी आता है एक जोश. പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവരിലും ഒരു ഉന്മേഷം ഉണ്ടാകും. वो भी 2-3 तब तक भी नहीं जाता है, लेकिन उससे कम क्या करें करके 3 मिनिमम रखा है. उसके बाद अगली जगह, तो दोनों के लिए ठीक है. അതും 2-3 വർഷം അപ്പോഴത്തേനും എല്ലാം തീരും. അതുകൊണ്ട് 2 സ്ഥലത്തും ഇങ്ങനെ സ്ഥലം മാറ്റം വളരെ നല്ലത്. नहीं तो दूसरा एक नकली बात है कि चर्चेस में लोगों को किसी न किसी प्रोग्राम, कार्यक्रमों में फंसा के रखना. അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം, സഭയിൽ വിശ്വാസികളെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ എൻഗേജ് ആക്കി വെക്കും. या थोड़ा पैसा तो खर्च होगा, പൈസ ചെലവാകും, लेकिन कुछ न कुछ प्रोग्राम्स एक के बाद एक उसकी तैयारी में जुटे रहेंगे. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, അതിന്റെ തയ്യാറെടുപ്പുകളിൽ ഇങ്ങനെ അവര് തിരക്കുള്ളവരാകും. दृष्टांत के लिए कन्वेंशन, ഉദാഹരണമായ ഒരു കൺവെൻഷൻ 3 दिन का होगा मैक्सिमम, 3 ദിവസത്തെ ആയിരിക്കാം. लेकिन तैयारी उसके लिए എന്നാൽ അതിന്റെ തയ്യാറെടുപ്പ് कई दिन, അനേക ദിവസങ്ങൾ. उसके लिए भाग दौड़ करना, जाना, मिलना जुलना, इन सभी में बड़ा उत्साह है. बीच बीच में स्नैक्स खाना, ये वो सब. അതിനുവേണ്ടി പോകുക, വരിക, വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക, ഇതെല്ലാം. लेकिन 3 दिन की कन्वेंशन में इन लोगों को ऊर्जा कुछ मिल पाता है? ഈ 3 ദിവസത്തെ കൺവെൻഷനിൽ ഇവർക്ക് എന്തെങ്കിലും ഊർജം ലഭിക്കാറുണ്ടോ? यूजुअली नो. ഇല്ല. और उसके बाद भी फिर हिसाब किताब करना, वो सब, उसमें भी 1-आध हफ्ता खींचेगा. അതിനുശേഷം അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കുവാൻ വേണ്ടി 1 ആഴ്ചയോ 1.5 ആഴ്ച പോകും. उसके बाद थोड़ा सा आराम, അതിനുശേഷം അല്പം വിശ്രമം. तब तक अगला प्रोग्राम. അപ്പോഴേക്കും അടുത്ത പ്രോഗ്രാം റെഡിയാകും. लोग प्रोग्राम ओरिएंटेड होकर
रहते हैं, ये आत्मिकता न समझें। ജനങ്ങൾ വിവിധമായ പരിപാടികളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഇത് ആത്മീയതയാണെന്ന് ചിന്തിക്കരുത്. प्यारों, कलीसिया में हो सकता है एक व्यक्ति बहुत ही सक्रिय एक्टिव हो, പ്രിയമുള്ളവരെ, ദൈവസഭയിൽ ഒരുപക്ഷെ ഒരാൾ വളരെ ശുഷ്കാന്തിയുള്ളവരായിരിക്കാം. उसकी मतलब ये नहीं कि वो आत्मा में धुन रखता हो. അതിന്റെ അർത്ഥം ആത്മാവിൽ ശുഷ്കാന്തിയുള്ളവനായിരിക്കും എന്നുള്ളതല്ല. मुझे और आपको एक प्रोग्राम ओरिएंटेड कलीसिया, कार्यक्रमों को रख करके सबको व्यस्त रखने वाली कलीसिया नहीं, परंतु पत्मुस की अनुभवों में भी परमेश्वर में आनंदित होने वाली, आत्मिकता रखने वाली कलीसिया बनने के लिए परमेश्वर चाहते हैं. എന്നെയും നിങ്ങളെയും ചില പരിപാടികളിൽ ഇങ്ങനെ തിരക്കുള്ളവരാക്കി ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പത്മോസിന്റെ അനുഭവത്തിനാണെങ്കിലും ദൈവീയ സാന്നിധ്യം അനുഭവിക്കുന്നവരാകേണ്ടതിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ऐसा अनुभव के लिए प्रभु हमें बुला रहे हैं. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. वो है ट्रू स्पिरिचुअलिटी, सही आत्मिकता. അതാണ് യഥാർത്ഥ ആത്മീയത. वो है पौलुस ने कहा, आत्मा में तुम आत्मिक उन्माद से भरे रहो. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായിരിക്കുക. उसके लिए हमारे अंदर आनंद की भरपूरी होगी. അതിനുവേണ്ടി നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിന്റെ നിറവുണ്ടായിരിക്കണം. क्या हमको आनंदित करती है? എന്താണ് നമ്മെ സന്തോഷമുള്ളവരാക്കുന്നത്, ആനന്ദമുള്ളവരാക്കുന്നത്? प्लीज सच्चे दिल से बोलोगे, क्या हमारा സത്യസന്ധമായി പറയുക. क्या है हमारे आनंद? എന്താണ് നമ്മുടെ ആനന്ദം? जल्दी. बोलिए ना जी. हमारे अंदर आनंद है നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടോ? जी. प्रभु हमारे आनंद है. ठीक है, सच में प्रभु हमारे आनंद है. സത്യമായും കർത്താവ് നമ്മുടെ ആനന്ദമാണോ? अगर आनंद है तो कब कब ये उन्माद हमें भरा रहेगा? ആ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു എരിവ് എപ്പോഴെപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്? हमेशा. वो हमेशा है क्या? എപ്പോഴും അതുണ്ടോ? जी जल्दी बोलिए. उतना बोलकर मैं आज समाप्त कर रहा हूं, समय हमारा हो रहा है. वो आनंद की भरपूरी हमारे अंदर है या नहीं? ആ ആനന്ദത്തിന്റെ പരിപൂർണത നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ? जी जी अभी मैंने बोला 6 क्षेत्र को लीजिए. ഇപ്പോ ഞാൻ പറഞ്ഞ 6 സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ മണ്ഡലങ്ങൾ. उन पूरे 6 क्षेत्रों में ये आनंद भरा रहना चाहिए. ഈ 6 മണ്ഡലങ്ങളിലും ഈ ആനന്ദം നിറഞ്ഞിരിക്കണം. अगर ऐसा है तो चिंता और भय, आकुलता, इन चीजों को हमारे अंदर जगह है. അങ്ങനെയാണെങ്കിൽ ചിന്തയും വേദനയും പ്രയാസവും നിരാശയും നമ്മുടെ ഉള്ളിലുണ്ടോ? उन बातों को हमारे अंदर जगह मिलेगा? അതിനെ നമ്മുടെ ഉള്ളിൽ സ്ഥലം ലഭിക്കാറുണ്ടോ? नहीं. ഇല്ല. ठीक है, नेगेटिव चीजों के लिए जगह नहीं होगा. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥലം കാണുകയില്ല. लेकिन क्या दूसरी तरफ में पॉजिटिव चीजें, संसार की खुशियां, खाने की खुशी, घूमने की खुशी, नया कपड़े की खुशी, नया गाड़ी की खुशी, नई मोबाइल की खुशी, ये सारी संसार की पॉजिटिव चीजें, उन चीजों को जगह होगी हमारे अंदर. ലോകത്തിന്റെ സന്തോഷം, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുന്നു, വാഹനമാകും, മൊബൈലാകും, വസ്ത്രമാകും, അങ്ങനെയുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടോ? जी वो बिल्कुल
सीमित तौर पर जरूर रहेगा, लेकिन वो मिलने से भी, ये सब होने से भी हमारे अंदर कोई बड़ी खुशी नहीं आएगी, क्योंकि उससे भी बड़े आनंद परमेश्वर ने हमारे अंदर भर के रखा है. ഒരു ചെറിയ അളവിൽ നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകും, എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിൽ കർത്താവ് വലിയൊരു സന്തോഷം നിറച്ചിരിക്കുകയാണ്. समझ में आ रहा है ना? ये आत्मिक उन्माद के लिए हमें सही आनंद पाना जरूरी है. ആത്മാവിൽ എരിവുള്ളവരായിരിക്കേണ്ടതിന് ശരിയായ ആനന്ദം, സന്തോഷം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. हम निराश होकर हियाव न छोड़ने के लिए ये आनंद हमारे अंदर भरे रहे. നാം നിരാശരായി ധൈര്യം ക്ഷയിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഈ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. अगर वो है तो हमारे अंदर ये दोनों प्रभाव नहीं डालेगा कि कोई नेगेटिव चीज, कोई नकारात्मक बातें या संसार की कोई सकारात्मक बात. അങ്ങനെ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിൻ്റെതും ആത്മീയമായതുമായ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. നോ, അങ്ങനത്തെ ഒരു എരിവും ദൈവത്തിലുള്ള സന്തോഷവും നമ്മിലുണ്ടെങ്കിൽ ലോകത്തിന്റെ ക്ഷയാത്മകമായ കാര്യങ്ങൾ നമ്മെ വേദനിപ്പിക്കുകയോ നിരാശപ്പെടുത്തുകയോ വ്യാകുലതയിലേക്ക് തള്ളിവിടുകയോ ചെയ്യുകയില്ല. ഒപ്പം ലൗകികമായി നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്ന ലൗകിക സാധ്യതകളിലും പ്രാപ്തികളിലും നാം ആനന്ദിക്കുകയും ഇല്ല. സ്തോത്രം. ये दोनों संसार की दुख हमें दुखी नहीं बनाएंगे, संसार की सुख हमें खुश भी नहीं करेंगे. ലോകത്തിന്റെ ദുഃഖം നമ്മെ ദുഃഖിപ്പിക്കുകയോ ലോകത്തിന്റെ സുഖം നമ്മെ സന്തോഷിപ്പിക്കുകയോ ചെയ്യില്ല. क्योंकि इन दोनों से भी परे हैं परमेश्वर का आनंद प्रभु ने हमारे अंदर भरा है. എന്തുകൊണ്ടെന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഉപരിയായ വലിയൊരു സന്തോഷമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. वो आनंद हमारे अंदर है क्या? ആ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടോ? उसके लिए दो विशेष बात. അതിനുവേണ്ടി രണ്ട് പ്രത്യേക കാര്യങ്ങൾ. एक है प्रार्थना, ഒന്ന് പ്രാർത്ഥന, दूसरा है खुदा के कलाम. രണ്ടാമത്തേത് ദൈവവചനം. इन दोनों के द्वारा हम परमेश्वर से निरंतर संबंध बनाए रखेंगे. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ദൈവവുമായി നിരന്തരമായ ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുവാൻ നമുക്ക് കഴിയും. हम जब प्रार्थना में समय बिताते हैं तो किसके साथ है? നാം പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുമ്പോൾ ആരോടൊപ്പമാണ്? परमेश्वर के साथ. ദൈവത്തോടൊപ്പം. पिछले हफ्ते से ज्यादा ये बीती हफ्ता प्रार्थना में समय बिता पाए? കഴിഞ്ഞ ആഴ്ചയിലുപരിയായി ഈ കഴിഞ്ഞ ആഴ്ച നാം പ്രാർത്ഥനയിൽ സമയങ്ങളെ ചിലവഴിച്ചോ? बच्चे लोग कितना टाइम? Fervent prayer is both the very cause of as well as the effect or result of true revival. सही जागृति का कारण भी और उसका फल भी निरंतरता की प्रार्थना है. ശരിയായ ഉണർവിന്റെ കാരണവും അതിന്റെ ഫലവും നിരന്തരമായ ഇടവിടാതെയുള്ള പ്രാർത്ഥനയാണ്. सही से more prayer, more God. കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ ദൈവം. या जितने हम प्रार्थना करें उतना हम प्रभु को पाएंगे. എത്രത്തോളം നാം പ്രാർത്ഥിക്കുമോ അത്രത്തോളം നാം കർത്താവിനെ പ്രാപിക്കുന്നവരാകും. प्रभु से नहीं, प्रभु को ही पाएंगे. ദൈവത്തെയല്ല, ദൈവത്തിൽ നിന്നല്ല, ദൈവത്തെ പ്രാപിക്കും. अगर वो हमें मिले और क्या चाहिए? നമുക്ക് അത് ലഭിച്ചാൽ നമുക്ക് പിന്നെ എന്താണ് വേണ്ടത്? വേറെ निराशा होगी? നിരാശയുണ്ടാകുമോ? दुनिया की दुख हमें दुखी बना देगी? ലോകത്തിന്റെ ദുഃഖം നമ്മെ ദുഃഖിപ്പിക്കുമോ? या दुनिया की सुख हमें खुश करेगी? ലോകത്തിന്റെ സുഖം നമ്മെ സന്തോഷിപ്പിക്കുമോ? जी बिल्कुल भी नहीं, ഒരിക്കലുമില്ല. बिल्कुल भी नहीं.
वो स्थिति में प्रभु हमें उठाना चाहते हैं। ആ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. लेकिन आज दुनिया की दुख हमें दुखी नहीं बनाते എന്നാൽ ഇന്ന് ലോകത്തിന്റെ ദുഃഖം നമ്മെ ദുഃഖിപ്പിക്കാറില്ലേ? जी। दुनिया की भय हमें डराते नहीं। ലോകത്തിന്റെ ഭയം നമ്മെ ഭീതിപ്പെടുത്താറില്ലേ? दुनिया की घटी हमें निराशा में नहीं डालती। ഈ ലോകത്തിലുള്ള കുറവുകൾ നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകാറില്ലേ? जी हाँ या ना? उस स्थिति से प्रभु हमें उभारना चाहते हैं। ആ അവസ്ഥയിൽ നിന്ന് നമ്മെ വെളിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. दुनिया की खुशियां हमें नहीं खुश बनाते। ലോകത്തിന്റെ സന്തോഷം നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? दाऊद कहता है उनको, संसार के लोगों को, प्रभु आपने मेरे अंदर उतना आनंद भर दिया है, भजन 3 में है, उतना आनंद भर दिया है कि संसार के लोगों को अन्न और दाख मधु की बढ़ती से होता है। ലോകത്തിലെ ജനങ്ങൾക്ക് തേനും അപ്പവും കൊണ്ട് ലഭിക്കുന്നതിനേക്കാളും അധികം ആനന്ദം കർത്താവെ നീ എന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. प्यारो, उस बड़ी आनंद में मैं और आप आगे बढ़ने के लिए अपने जीवनों को समर्पित करें। ആ വലിയ സന്തോഷത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ताकि हमेशा हम आत्मिक उन्माद में भरे रहें। എപ്പോഴും നാം ആത്മാവിൽ എരിവുള്ളവരായിരിക്കുവാൻ അത് നമ്മെ സഹായിക്കട്ടെ. तब हम प्रार्थना कर सकेंगे, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, प्रभु की स्तुति गा सकेंगे, ദൈവത്തിന്റെ സ്തുതി പാടുവാൻ കഴിയും, परमेश्वर की वचन हम मनन कर सकेंगे। ദൈവവചനം ധ്യാനിക്കുവാൻ കഴിയും. तब हम उत्साहित होकर और लोगों को यीशु के बारे में बता पाएंगे। ഇപ്പോൾ നാം ഉത്സാഹമുള്ളവരായി മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയും. तब हम प्रभु यीशु की आगमन की बाट जोते रहेंगे। അങ്ങനെയെങ്കിൽ നാം കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. दुनिया की कष्ट नष्ट को हम गंभीर नहीं समझेंगे। ലോകത്തിന്റെ നഷ്ടവും കഷ്ടവും നാം ഗംഭീരമായി എടുക്കാറില്ല. उस अनुभव में आगे बढ़ने के लिए आओ, अपने आप को समर्पित करें। परमेश्वर इन वचनों के द्वारा हमें आशीष। ആ അനുഭവത്തിലേക്ക് നാം എത്തുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.